എല്ലാവർക്കും നമസ്കാരം. ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് റോസ്റ്റ് ചെയ്യണ റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞണ്ടൊക്കെ കട്ട് ചെയ്ത് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വലിയ പാത്രമാണ് നല്ലത്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 4 സവാള ഞാൻ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് നന്നായി വഴന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 തക്കാളിയാണ് വേണ്ടത്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ട് ഉടഞ്ഞ് ചേരും. അപ്പോൾ സവാളൊക്കെ നന്നായി വഴന്ന് വന്നതല്ലേ. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലിട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ വഴറ്റിയെടുത്തിരിക്കണം. അപ്പോൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അത് ഉടഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇളക്കിയെടുത്താൽ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിനിടയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ഞണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ റോസ്റ്റ് തരത്തിലാണ് ആക്കിയെടുക്കുകയെന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. എല്ലാം നമ്മൾ കറിയുടെ ആ ഒരു കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മസാലയും ഞണ്ടൊക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ട് കുറച്ച്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അധികം വേവൊന്നും ഉണ്ടാവില്ല ഇതിന്. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കറിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ചിങ്ങനെ ഗ്രേവി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാറി കഴിഞ്ഞാൽ ഒന്നാറിക്കഴിഞ്ഞാൽ ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. ഒന്നറിയിപ്പോൾ ഇപ്പോൾ കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റോട് കൂടി സ്പൈസി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.